Acuplus Interior and Electronics. പട്ടാമ്പി നഗരസഭയിൽ CPM ജമാഅത്ത് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണം. 12ാം ഡിവിഷനിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 0 വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തുവരുന്നത്. CPMന്റെ പ്രമുഖ നേതാക്കളും 45 അംഗ ബ്രാഞ്ച് കമ്മിറ്റിയുമുള്ളപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോയെന്നാണ് ചോദ്യം. പട്ടാമ്പി നഗരസഭയിൽ 12ാം വാർഡിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടനയും CPMും കൂടി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് പട്ടാമ്പിയിൽ മൊത്തത്തിലുണ്ട്. 12ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ CPMും B4ഉം എല്ലാം കൂടി മത്സരിച്ചിട്ടാണ് അവർ ജയിച്ചത്. ഇപ്രാവശ്യം അവർ B4 ഇങ്ങോട്ട് പോകുന്നതോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയും CPMും പാടെ കൂടിയിട്ടാണ് അവിടെ മത്സരിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭ 12ാം ഡിവിഷൻ ഹിദായത്ത് നഗറിലാണ് CPMും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായതായി ആരോപണമുയരുന്നത്. ഈ വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അബ്ദുൽ കരീമിന് 0 വോട്ട് ലഭിച്ചതാണ് കാരണം. CPM പ്രമുഖ നേതാക്കൾ സ്ഥിരതാമസമുള്ളതും 45 അംഗ CPM ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നതുമായ വാർഡിൽ CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ടാണ് കിട്ടിയതെങ്കിൽ CPMുകാരുടെയും കുടുംബത്തിന്റെയും വോട്ട് എവിടെ പോയെന്നാണ് ചോദ്യം. CPMന്റെ 45 മെമ്പർമാർ തന്നെ ഉണ്ട്. ആ വോട്ട് CPMന് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വർഗീയവാദികളാണെന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുമ്പോൾ പട്ടാമ്പി നഗരസഭയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് കൊടുത്തു. ഇത് ജനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെ പരാജയപ്പെടുത്തിയത്. വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ TP ഉസ്മാനെ പരാജയപ്പെടുത്താൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് CPM വോട്ട് ചെയ്തുവെന്നാണ് ആരോപണം. അത് അവർ ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ടും ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്, UDFനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ട്. മറ്റൊരു വാർഡിലെ താമസക്കാരനാണ് അബ്ദുൽ കരീം. 292 വോട്ടാണ് UDFന് ലഭിച്ചത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമില്ലാത്ത വാർഡിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയായ KP മജീദിന് 209 വോട്ട് ലഭിച്ചതോടെയാണ് CPMന്റെ വോട്ടുകൾ വെൽഫെയറിലേക്ക് പോയി എന്നുള്ള നിഗമനത്തിലാണ് ഇതര രാഷ്ട്രീയ മുന്നണികൾ എത്തുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.